നോമ്പുകാല വിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാല വിചിന്തനത്തിൻ്റെ 27-ാം ദിവസത്തിലാണല്ലോ നാം ആയിരിക്കുന്നത്. കഴിഞ്ഞുപോയ 27 ദിനങ്ങൾ നമ്മെ പ്രത്യേകമായി പരിശുദ്ധാത്മാവ് ജീവിത നവീകരണത്തിന് ആവശ്യമായ ഓരോ വിചാരങ്ങളിലൂടെ, വിചിന്തനങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സകല വിശുദ്ധരോടും ചേർന്ന് നാളിതുവരെ തിരുസഭയിൽ ജീവിച്ച, പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ, പ്രാശ്ചിത്തത്തിൻ്റെ, പരിഹാരത്തിൻ്റെ, തപസ്സിൻ്റെ മേഖലയിലെല്ലാം അഗ്രഗണ്യരായ എല്ലാ വിശുദ്ധരോടും ചേർന്ന് നമുക്ക് ഈ ദിവസത്തെ ധ്യാന ചിന്തയിലേക്ക് കടന്നു വരാം. നമുക്ക് തിരുവചനം ശ്രവിക്കാം. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നുമുള്ള വായന നമുക്ക് വായിച്ച് കേൾക്കാം. ഫരിസേയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇക്കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു. ശിശുക്കളെ അനുഗ്രഹിക്കുന്നു. അവൻ തൊട്ടനുഗ്രഹിക്കുന്നതിനു വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ചവരോട് പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. ദൈവവചനമാണ് നാം കേട്ടത്. പ്രിയപ്പെട്ടവരെ, നോമ്പുകാല വിചിന്തനത്തിൻ്റെ ഈ 27-ാം ദിനത്തിൽ വിവാഹത്തെ സംബന്ധിച്ച ഈശോയുടെ പ്രബോധനത്തിലേക്കും ശിശുക്കളെ അനുഗ്രഹിക്കുന്ന, തൻ്റെ അടുക്കലേക്ക് വരാൻ ശിശുക്കളെ തടയുന്ന അപ്പോസ്തലരെ ശകാരിച്ചുകൊണ്ട് ശിശുക്കളെ തൻ്റെ അടുക്കലേക്ക് വരാൻ അനുവദിക്കുവാൻ പറയുന്ന ആ ഈശോയുടെ ജീവിതത്തിലെ പ്രധാന ഒരു സംഭവത്തെക്കുറിച്ചുമാണ് നാം ധ്യാനിക്കുന്നതല്ലോ. ആത്യന്തികമായിട്ട് യാഹ്വേ പാരമ്പര്യത്തിലും എലോഹിം പാരമ്പര്യത്തിലുമായിട്ട് ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായങ്ങൾ നമ്മൾ 2 വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ 2 പരാമർശങ്ങളാണ് കാണുന്നത്. ആദത്തിൽ നിന്നും ഹവ്വായെ വേർപെടുത്തുന്ന, ആദം ഏകനായിരിക്കുന്നത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ആയതിനാൽ ആദത്തിൽ നിന്നും ഇതാ സ്ത്രീയെ, അവനെ ഗാഠനിദ്രയിലാഴ്ത്തി അവൻ്റെ വാരിയലെടുത്ത് സ്ത്രീയെ സൃഷ്ടിക്കുന്ന പരാമർശത്തിനും ഒരധ്യായം മുൻപ് തന്നെ, ഏതാനും പാരഗ്രാഫ് മുമ്പ് തന്നെ ദൈവം ആദത്തെ സൃഷ്ടിച്ചു എന്നതിന് തൊട്ടു പിന്നാലെ തന്നെ എഴുതി വച്ചിരിക്കുന്നു, ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചുവെന്ന്. എന്നിട്ട് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ എന്ന് എഴുതി വച്ചിരിക്കുന്നു. അതായത് ബൈബിളിലെ 1-2 ഉൽപ്പത്തിയുടെ അധ്യായങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സ്ത്രീയെയും പുരുഷനെയും എന്ന് എഴുതിയിരിക്കുന്നതിന് മുൻപേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ സ്ത്രീയും പുരുഷനായിട്ട് എന്നും, ഒപ്പം ഇതാ കുടുംബം എന്ന സംവിധാനം, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബം എന്ന സംവിധാനം, അതും പ്രത്യേകം അനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു കൽപ്പന, ഭൂമിയെ കീഴടക്കുവാൻ വേണ്ടി ഇതാ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ എന്ന കൽപ്പന ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായത്തിൽ നാം കാണുന്നു. അവിടെ ബൈബിൾ പണ്ഡിതന്മാർ പോലും ഇപ്രകാരമാണ് പറയുന്നത്, ദൈവം ഒരു പുരുഷനെ സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ സ്ത്രീയെ സൃഷ്ടിക്കുകയോ അല്ല ചെയ്തത്. ദൈവം ആദ്യം സൃഷ്ടിച്ച മനുഷ്യൻ, അവനിൽ തന്നെ സ്ത്രീയുടെയും പുരുഷൻ്റെയും ലയം ആണ്, യോജിപ്പാണ് എന്ന്. പിന്നീട് ഇതാ പുരുഷനിൽ നിന്ന് അല്ലെങ്കിൽ ആദ്യ മനുഷ്യനിൽ നിന്ന് സ്ത്രീയെ വേർപെടുത്തിയെന്ന്.
ചിലപ്പോഴെങ്കിലും പുരുഷ മേധാവിത്വത്തിൻ്റെ അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും പുരുഷ പക്ഷത്തു നിന്നുള്ള എഴുത്തുകളിൽ നാം ഈ ആദ്യ മനുഷ്യനെ പുരുഷനായി ചിത്രീകരിക്കുന്നു അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്നു എന്ന് വേണം കരുതാൻ. ആയതിനാൽ പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ, ഭൗതികമായി മാനുഷികമായി ചിന്തിക്കുമ്പോൾ സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ച് അവരിരുവരും ഒന്നായി അവരിൽ നിന്ന് സന്താനങ്ങൾ ജനിക്കുന്നതിനെക്കുറിച്ച് അപ്രകാരം കുടുംബം എന്ന സംവിധാനം ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതിനെക്കുറിച്ച് നമ്മൾ തിരുവചനത്തിൽ വായിച്ചു പോകുമ്പോൾ രണ്ടാം സൃഷ്ടികർമ്മമാകുന്ന ഈശോയുടെ രക്ഷാകര കർമ്മവും അതിൽ തന്നെ പീഡാസഹനവും കുരിശുമരണവും ഉദ്ധാനവും ആ ഉദ്ധാനത്തിന് ശേഷമുള്ള സ്വർഗാരോഹണ വേളയിലേക്ക് നമുക്ക് കടന്നു ചെല്ലണം. അവിടെ ഇതാ സ്വർഗാരോഹണ വേളയിൽ ശിഷ്യന്മാർക്ക് ഈശോ പ്രേക്ഷിത ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അവരോടും പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ, വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. ആയതിനാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ സ്നാനം നൽകുവിൻ എന്ന് പറയുമ്പോൾ ദൈവമക്കൾക്ക് ജന്മം കൊടുക്കുവാനുള്ള ദൗത്യമാണ് അപ്പോസ്തലരെ ഏൽപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദത്തെയും ഹവ്വായെയും ആദ്യ പുരുഷനെയും ആദ്യ സ്ത്രീയെയും ദൈവം ഏൽപ്പിക്കുന്ന നിയോഗവും അത് ജഡപ്രകാരം ശരീരത്തിൻ്റെ ഇച്ഛയാൽ ജഡത്തിൻ്റെ അഭിലാഷത്താൽ പെറ്റുപെരുകുന്ന ഒരു സംവിധാനത്തിനെ കുറിച്ചല്ല, അതിനേക്കാൾ അപ്പുറം ദൈവ മക്കൾക്ക് ജന്മം കൊടുക്കാൻ, ദൈവമക്കളെ ജനിപ്പിക്കുവാനുള്ള, അത് ദൈവത്തിൻ്റെ മാത്രം ആ സൃഷ്ടികർമ്മത്തിൻ്റെതായ ആ ഏറ്റവും ശ്രേഷ്ഠമായ ആ ഒരു കാര്യം ദൈവം ഇതാ മനുഷ്യന് കൈമാറുന്ന കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത്. പക്ഷേ എങ്കിലും ആത്യന്തികമായിട്ട് സ്ത്രീ പുരുഷ ബന്ധത്തെ ദാമ്പത്യമെന്ന ആ കൂദാശയായി പിന്നീട് ഈശോയും തൻ്റെ സുവിശേഷത്തിൽ എടുത്തു പറയുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ആ സുവിശേഷത്തിൽ ആകയാൽ പുരുഷൻ മാതാവിനെയും പിതാവിനെയും വിട്ട് സ്ത്രീയോട് ചേരുമെന്ന് പറയുമ്പോൾ വിവാഹത്തിന് പുറമെ അല്ലെങ്കിൽ ഒരു വിവാഹം കഴിച്ചവൻ ഇതാ ആ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം കഴിക്കുമ്പോൾ അത് വ്യഭിചാരമാണ്, അല്ലെങ്കിൽ വിവാഹം കഴിച്ചവൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുവനെ വിവാഹം കഴിക്കുമ്പോൾ അത് അതിൽ തന്നെ വ്യഭിചാരമാണെന്ന് വാച്യാർത്ഥത്തിൽ തന്നെ, ഉപമകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വളഞ്ഞ വഴിയിലൊന്നുമല്ല, വാച്യാർത്ഥത്തിൽ ഈശോ നമ്മെ സുവിശേഷത്തിൽ പഠിപ്പിക്കുമ്പോൾ ആത്യന്തികമായി ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരായ നാം, ആ ഛായ എന്താണ്? അത് സ്നേഹമാണ്. സദൃശ്യം എന്താണ്? അത് അനന്തതയാണ്, നിത്യതയാണ്. നിത്യതയിലേക്ക് ദൈവത്തോളം തന്നെ നിത്യതയിലേക്ക്, ദൈവത്തോളം തന്നെ അത് അനന്തതയിലേക്കുള്ള ആ ദൈവത്തിൻ്റെ സാദൃശ്യം പേറുന്ന നാം ഇതാ ഈ ലോകത്തിലായിരിക്കുന്ന 60, 70, 80 വർഷം പ്രത്യേകമായി ദൈവത്തിൻ്റെ ഛായ, സ്നേഹം നമ്മളിൽ വെളിപ്പെടുന്നു. ആ ഛായ വെളിപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഇടമായി, പ്ലാറ്റ്ഫോമായി ദാമ്പത്യത്തെ, കുടുംബജീവിതത്തെ ദൈവം സ്ഥാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആകയാൽ ദൈവരാജ്യത്തിൻ്റെ ഒരു കൊച്ചു പതിപ്പാണ് ഒരു കുടുംബം, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ഒരു കൊച്ചു പതിപ്പാണ് ഒരു ദാമ്പത്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എപ്രകാരം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആവുന്ന ത്രിയേക ദൈവത്തിൻ്റെ ആ സ്നേഹക്കൂട്ടായ്മ എപ്രകാരം അത് നിത്യതയിലേക്ക് ആ സ്നേഹക്കൂട്ടായ്മ ആയിരിക്കുന്നുവോ അപ്രകാരം മാതാവും പിതാവും മക്കളുമാകുന്ന പുരുഷനും സ്ത്രീയും അവരുടെ സന്താനങ്ങളുമാവുന്ന ആ കുടുംബത്തിൻ്റെ ദൈവരാജ്യ കൂട്ടായ്മയും അതുപോലെ നിത്യതയിലേക്ക്, അനന്തതയിലേക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്നും അതിനുവേണ്ടിയുള്ള ഒരു സംവിധാനമായാണ് ദൈവം കുടുംബത്തെ അല്ലെങ്കിൽ ദാമ്പത്യത്തെ ക്രമീകരിച്ചിരിക്കുന്നതെന്നും നാം മനസ്സിലാക്കണം. എന്നാൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനങ്ങളിലൂടെ ഇതേക്കുറിച്ച് വീണ്ടും വിശദമാക്കുമ്പോൾ ദാമ്പത്യബന്ധത്തെ ക്രിസ്തുവും സഭയുമായുള്ള ബന്ധവുമായി കൂട്ടിച്ചേർക്കുന്നു. ക്രിസ്തു മണവാളനായും സഭ മണവാട്ടിയായുമുള്ള ആ ദാമ്പത്യ ബന്ധത്തെക്കുറിച്ചുള്ള ആ പൗലോസ് അപ്പോസ്തലന്റെ വിശകലനം അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലന്റെ വ്യാഖ്യാനത്തെ വീണ്ടും പഴയ നിയമത്തിലേക്ക് കടന്നു എന്നാൽ നാം കാണുന്നു. ഉത്തമഗീതത്തിലും മറ്റും കർത്താവാകുന്ന മണവാളനും ആത്മാവാകുന്ന മണവാട്ടിയും. ഇവിടെയാണ് നാം ഈ ഉൽപ്പത്തിയിലെ വാച്യാർത്ഥം അല്ലെങ്കിൽ സുവിശേഷത്തിൽ ഈശോ നേരിട്ട് തന്നെ പഠിപ്പിക്കുന്ന സ്ത്രീ പുരുഷ ബന്ധം അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധവും സന്താനങ്ങളുമായി ചേർന്നുള്ള ആ കുടുംബ ബന്ധത്തിൻ്റെ കൂടുതൽ ആഴമായ ഒരു അർത്ഥത്തിലേക്ക് കടക്കാനുള്ളത്. അത് ക്രിസ്തുവിൻ്റെ ഈ രണ്ടാം സൃഷ്ടികർമ്മം പൂർത്തിയാക്കിക്കൊണ്ട് പ്രേക്ഷിത ദൗത്യം അപ്പോസ്തലർക്ക് കൈമാറുന്ന സമയത്തെ ആ കാര്യത്തിലേക്ക് വീണ്ടും വിരൽ ചൂണ്ടുന്നു. നാം ആത്യന്തികമായി ദൈവ മക്കൾക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി ആയിരിക്കുന്നവരാണ്. ഓരോ ക്രിസ്ത്യാനിയും ജ്ഞാനസ്നാനത്തോടെ തന്നെ പ്രകൃത്യ മിഷനറിയാണ് അല്ലെങ്കിൽ പ്രേക്ഷിതനാണ് എന്ന് സഭ നമ്മെ പഠിപ്പിക്കുമ്പോൾ ആത്യന്തികമായി എൻ്റെയും നിങ്ങളുടെയും നമ്മളുടെ ഓരോരുത്തരുടെയും വിളി
നമ്മുടെ പ്രാർത്ഥനയിലൂടെ, പ്രാശ്ചിത്യത്തിലൂടെ, പരിത്യാഗത്തിലൂടെ, നമ്മുടെ വചനത്തോടുള്ള സാക്ഷ്യത്തിലൂടെ, നമ്മുടെ ദിവ്യബലി കേന്ദ്രീകൃതമായ ജീവിതത്തിലൂടെ, നാം ആയിരിക്കുന്ന ഇടത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അപരനെയും അനേകരെ ക്രിസ്തുവിൽ വീണ്ടും ജനിപ്പിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖകളിൽ പരിശുദ്ധ അമ്മയ്ക്ക് 3 സ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒന്നാമതായി അമ്മ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നു. അത് യുഗാന്ത്യം വരെ, ലോകാവസാനം വരേക്കും ക്രിസ്തുവിൽ ആത്മാക്കൾക്ക് വീണ്ടും ജന്മം കൊടുക്കാൻ വേണ്ടിയാണ് അമ്മ അവിടെ ആയിരിക്കുന്നത്. വീണ്ടും ഇതാ രണ്ടാമതായി വിശ്വാസ തീർത്ഥാടനത്തിൽ തീർത്ഥാടക സഭയോടൊപ്പം അമ്മ കാൽവരി മുതൽ കാലാന്ത്യത്തോളം നടക്കുന്നുവെന്ന് പരാമർശിക്കുന്നു. അവിടെ ഓരോ ക്രിസ്ത്യാനിയുടെയും ജ്ഞാനസ്നാന വേള മുതൽ അവൻ്റെ ആ നിത്യജീവനിലേക്ക്, അല്ലെങ്കിൽ അവൻ്റെ ആയുഷ്കാലം മുഴുവൻ അവൻ അവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന, അല്ലെങ്കിൽ ഈ ലോകം പിടിഞ്ഞ് മോക്ഷത്തിലേക്ക് കടന്നു പോകുന്ന നിമിഷം വരേക്കും അവനോടൊപ്പം നടക്കുന്ന പരിശുദ്ധമ്മയെ നാം കാണുന്നു തിരുസഭയിൽ. വീണ്ടും മൂന്നാമതായി പ്രകാരം പറയുന്നു, അവസാന വിശ്വാസിയുടെ വരെ യുഗപ്രാപ്തി, മോക്ഷപ്രാപ്തി, സ്വർഗപ്രാപ്തി ഉറപ്പാക്കുവോളം പരിശുദ്ധ അമ്മ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നുവെന്ന്. ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ തൻ്റെ ഭാര്യ എന്ന വണ്ണം, അല്ലെങ്കിൽ തൻ്റെ ജീവിത പങ്കാളി എന്ന വണ്ണം ഉപമിക്കുന്ന കർത്തൃവചനങ്ങൾ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലുടനീളം നമ്മൾ കാണുന്നു. അവിടെയെല്ലാം ഇതാ പിന്നീട് ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയെ പോലെ, ഭർത്താവിനോട് അവിശ്വസ്തത കാണിക്കുന്ന ഭാര്യയെ പോലെ ദൈവജനം, ഇസ്രായേൽ ജനം വഴിതെറ്റിപ്പോകുന്ന, മറുതലിച്ചു പോകുന്ന ആ അവസരങ്ങളിലെല്ലാം ദൈവജനത്തെ പ്രതി വിലപിക്കുന്ന കർത്താവിനെയും നമുക്ക് കാണാം. സിയോനെ കുറിച്ച് ദൈവത്തിന്റെ വലിയ സങ്കല്പങ്ങൾ, വലിയ പ്രതീക്ഷകളെല്ലാം തകർത്ത സിയോൻ ഇങ്ങനെ ദൈവത്തോട് മറുതലിച്ചു പോകുമ്പോൾ ഇതാ കാലങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം, തലമുറകൾക്ക് ശേഷം വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനെ പ്രദാനം ചെയ്യുവാനായി സിയോൻ പുത്രി പരിശുദ്ധ കന്യകയായി, പരിശുദ്ധ കന്യകാമറിയം ഇതാ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ, മാനവകുലത്തിന്റെ ചരിത്രത്തിൽ കടന്നു വരുന്ന കാഴ്ച നാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ ദൈവത്തിന്റെ ഉത്തമ മണവാട്ടിയായി, ആത്മാവാവുന്ന ആ കർത്താവാവുന്ന മണവാളന്റെ ഉത്തമ മണവാട്ടിയായി പരിശുദ്ധ കന്യക മാറുമ്പോൾ സഭ പിന്നീട് പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി എന്ന് വിളിച്ചുകൊണ്ടാണ് പരിശുദ്ധ കന്യകയെ സഭ വിശേഷിപ്പിക്കുന്നത്. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം പരിശുദ്ധ കന്യകയുടെ വിമല ഹൃദയത്തിലേക്ക്, നിർമ്മല ഉദരത്തിലേക്ക് കടന്നു വരുമ്പോൾ മാനവകുലത്തിന്റെ രക്ഷകനായ ക്രിസ്തുവിനെ ഇതാ പ്രദാനം ചെയ്യാനിരിക്കുന്ന ഈ കന്യകയായ അമലോത്ഭവയായ പരിശുദ്ധ മറിയം ആത്യന്തികമായി ദൈവത്തിൻ്റെ മണവാട്ടിയായി തീരുന്ന കാഴ്ച നാം കാണുന്നു. അവിടെയാണ് മാനുഷികമായ ഈ ദാമ്പത്യ ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ആഴവും അർത്ഥവും പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നീട് പൗലോസ് അപ്പോസ്തലൻ തിരുസഭയെ ക്രിസ്തുവിന്റെ മണവാട്ടിയായി സൂചിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് വേണ്ടി ഒന്നാമതായി ദൈവത്തിന് മുമ്പിൽ മണവാട്ടി സ്ഥാനത്ത് നിന്നവളാണ് പരിശുദ്ധ അമ്മ. നമുക്ക് വേണ്ടി ആത്യന്തികമായി നമ്മളെല്ലാവരെയും പ്രതിനിധീകരിച്ച്, അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ അമ്മയെ മാതൃകയായി സ്വീകരിച്ച് ഇതാ തിരുസഭ കർത്താവിൻ്റെ, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി നിലകൊള്ളുന്നു. കുത്തിത്തുറക്കപ്പെട്ട ക്രിസ്തുവിന്റെ തിരുവിലാവിൽ നിന്ന് തിരുസഭ ജനിച്ചു വീഴുന്നെങ്കിൽ, കാൽവരിയിൽ ആ തിരുസഭ ജനിച്ചു വീണെങ്കിൽ ഇതാ അത്യന്തികമായി യുഗാന്ത്യത്തിൽ ക്രിസ്തുവും പിശാചും തമ്മിലുള്ള ആ പോരാട്ടത്തിന്റെ അന്തിമഘട്ടത്തിൽ ക്രിസ്തുവിന്റെ മുന്നണി പോരാളികളായി പിശാചിനോടും അവന്റെ പക്ഷക്കാരോടും യുദ്ധം ചെയ്യുവാൻ വേണ്ടി ദൈവത്തോട് വിശ്വസ്തരായ, മണവാളനായ കർത്താവിനോട് വിശ്വസ്തരായ മണവാട്ടിയാകുന്ന ആത്മാക്കളെ സ്വർഗം അന്വേഷിക്കുന്നു, കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആയതിനാൽ നമ്മൾ ഇവിടെ ശിശുക്കളെ പോലെ ദൈവരാജ്യത്തെ സ്വീകരിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുമ്പോൾ സന്താന ഉൽപാദനം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതിനെ കുറിച്ച് തിരുവചനം, അല്ലെങ്കിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ അത് കാണുമ്പോൾ തന്നെ മറ്റൊന്നാണ് ഒരു ദൈവത്തോടുള്ള ഒരു ആത്മാവിൻ്റെ കൂട്ടായ്മ, അത് ദൈവമക്കൾക്ക് ജന്മം കൊടുക്കുമെന്നത്. എപ്രകാരം ഭാര്യാഭർത്തൃ ബന്ധം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നോ, ഇവിടെ ഇതാ ദൈവത്തോടുള്ള ബന്ധം, അത് ആരുടേതായ, എൻ്റേതായാലും നിങ്ങളുടേതായാലും നമ്മളുടെ എല്ലാവരുടെയും ജീവിതങ്ങളും നാം എത്രത്തോളം ദൈവത്തോട് ഒന്നാകുന്നോ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ഒരു ഭാര്യയും ഭർത്താവും ഒന്നാകുമ്പോൾ അവരിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ, കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് പോലെ ഇതാ ദൈവത്തോട് ഒന്നാകുന്ന ആത്മാക്കൾക്ക് അനേകം ആത്മാക്കളെ ക്രിസ്തുവിന് വേണ്ടി ജനിപ്പിക്കാൻ സാധിക്കും. കാരണം പരിശുദ്ധ കന്യക ആത്മാക്കൾക്ക് വീണ്ടും ജന്മം കൊടുക്കാൻ വേണ്ടി കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ അമ്മയുടെ ചാരെ നിന്ന യോഹന്നാന്റെ റോളാണ് നമുക്ക് ഓരോരുത്തർക്കും എന്നുള്ളത്. നാം
നാം നമ്മൾക്ക് അറിയാവുന്ന നമ്മൾ കേൾപ്പിക്കപ്പെട്ടിട്ടുള്ള കുടുംബത്തില്, സമൂഹത്തില്, നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ നാം കുരിശിൻ ചുവട്ടിലേക്ക് കൊണ്ടുവരുവാൻ വിളിക്കപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ. ഒന്നാമതായി നാം ദൈവമാവുന്ന മണവാളന്റെ ആത്മാവാവുന്ന മണവാട്ടിയായി നാം ഓരോരുത്തരും മാറുമ്പോൾ, ഇതാ എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടല്ലാതെ എൻ്റെ അടുക്കിലേക്ക് ആരും വരില്ലെന്ന് പറയുന്ന കർത്താവിതാ നമ്മുടെ ഉള്ളിലുള്ള ആ ക്രിസ്തുവിൻ്റെ അരൂപിയാൽ ആകർഷിക്കപ്പെട്ട അനേകരെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും, നമ്മളെ അനേകരുടെ അടുത്തേക്ക് കൊണ്ടുവരും. തീർച്ചയായും അവരെ കുരിശിൻ ചുവട്ടിലേക്ക് കൊണ്ടു ചെല്ലുവാൻ, അവിടെ ഇതാ നിന്റെ അമ്മ എന്ന ആ ക്രിസ്തു വചനം കേൾപ്പിച്ചുകൊണ്ട് മറിയത്തിൻ്റെ മാതൃത്വത്തിന് കീഴിലേക്ക് ഈ ഹവ്വായുടെ സന്തതികളെ, ലോകാസക്തിയുടെ ജഡിക മോഹങ്ങളുടെ എല്ലാം പുറകെ പോയ ആ ജഡിക മോഹങ്ങളുടെയും ലോകാസക്തികളുടെയും പുറകെ പോയ ആദത്തിൻ്റെയും ഹവ്വായുടെയും മാതൃത്വത്തിന് കീഴിലായിരിക്കുന്ന ഈ ലോകത്തിലായിരിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ഇതാ കുരിശിൻ ചുവട്ടിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും കുരിശിൽ കിടക്കുന്ന ഈശോയുടെയും പക്കലേക്ക് നമ്മൾ എത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് പ്രിയപ്പെട്ടവരെ. അവിടെ യോഹന്നാനെ സംബന്ധിച്ച് ഈശോ പറയുന്ന ഇതാ നിന്റെ അമ്മ എന്ന ആ വാക്ക് കേൾക്കുവാൻ ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും അവകാശമുണ്ട്. അവരെ അപ്രകാരം കുരിശിൻ ചുവട്ടിലേക്ക് എത്തിക്കുവാനുള്ള ദൗത്യമാണ് യഥാർത്ഥത്തിൽ ഒരു മിഷണറിയുടേത്, ഓരോ ക്രൈസ്തവൻ്റേതും. അങ്ങനെ ക്രിസ്തുവിൻ്റെ കുരിശിൻ ചുവട്ടിലെത്തിക്കൊണ്ട് ആരെല്ലാം പരിശുദ്ധ കന്യകയുടെ മാതൃത്വത്തിന് കീഴിലേക്ക് തങ്ങളുടെ പുത്രത്വത്തെ സമർപ്പിക്കാൻ തയ്യാറാകുന്നോ അവർ ആത്യന്തികമായി തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ സഹോദരനായി അവരെ രൂപാന്തരപ്പെടുത്തുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു, ഒരുവൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന്, ജഡത്തിൻ്റെ കളങ്കങ്ങളിൽ നിന്ന് തന്നെ കാത്തു സൂക്ഷിക്കുവാനായി അവൻ പരിശുദ്ധ കന്യകാമറിയത്തിന് സമർപ്പിതനാകേണ്ടതുണ്ട് എന്ന്. വീണ്ടും വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്നു, ഒരുവനിൽ മറിയത്തിന്റെ അരൂപി ദർശിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവനിലേക്ക് ഊളിയിട്ടിറങ്ങും. എന്നിട്ട് അന്നെന്ന പോലെ രക്ഷാകര കർമ്മത്തിൽ മറിയത്തിലേക്ക് എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവും മറിയവും ചേർന്ന് ഈശോയ്ക്ക് രൂപം കൊടുത്തതുപോലെ ഇതാ ഈ എഴുന്നള്ളി വരുന്ന പരിശുദ്ധാത്മാവും അവനിൽ വസിക്കുന്ന മറിയത്തിന്റെ അരൂപിയും ചേർന്ന് അവനെ ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് വളർത്തുമെന്ന് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് നമ്മളെ പഠിപ്പിക്കുന്നവർ പ്രിയപ്പെട്ടവരെ. ആയതുകൊണ്ട് ഓരോ നിമിഷവും ആത്മനാഥനെ ഓർക്കുന്ന മണവാട്ടിയെ പോലെ, ആത്മനാഥനെ ചാരി വരുന്ന വിജയപ്രദേശത്ത് നിന്ന് വരുന്ന മണവാട്ടിയെ പോലെ ഓരോ നിമിഷവും നാം ഈശോയിലായിരിക്കുവാൻ, ഈശോയോടൊപ്പമായിരിക്കുവാൻ, ഈശോയ്ക്ക് വേണ്ടിയായിരിക്കുവാൻ, ഈശോയിലൂടെ നമ്മൾ പിതാവിലേക്ക് കടന്നു പോകുവാൻ വേണ്ടി പരിശുദ്ധ കന്യക നമ്മെ ക്ഷണിക്കുന്നു. ഈ നോമ്പുകാല വിചിന്തനത്തിലൂടെ അമ്മയോട് ചേർന്ന് നമുക്ക് ഈശോയുടെ പീഡാസഹനങ്ങളെ, ഈശോയുടെ കുരിശിൻ്റെ വഴിയെ എല്ലാം ധ്യാനിക്കാം. അമ്മയോട് ചേർന്ന് നാം ബലിയർപ്പിക്കുമ്പോഴും കുരിശിൻ്റെ വഴി നടത്തുമ്പോഴും കരുണക്കൊന്ത ചെല്ലുമ്പോഴും എല്ലാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് കാലിത്തൊഴുത്തിൽ പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലാണ് ഈശോയെ കാണുന്നതെങ്കിൽ, കാനായിൽ അമ്മയോടൊപ്പം പരിശുദ്ധ ജീവിതത്തിൽ ഇറങ്ങുന്ന ഈശോയെ നാം ദർശിക്കുന്നെങ്കിൽ, ഇത് കാൽവരിയിൽ കുരിശിൻ ചുവട്ടിലും അമ്മയുടെ മടിത്തട്ടിലാണ് ഭൂവാസികളും സ്വർഗവാസികളും ഈശോയെ കാണുന്നത്. ആയതിനാൽ ആത്യന്തികമായി വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പ്രകാരം പറയും, ഇൻ മേരി, വിത്ത് മേരി, ഫോർ മേരി, ത്രൂ മേരി. മറിയത്തിൽ, മറിയത്തോടൊപ്പം, മറിയത്തിലൂടെ, മറിയത്തിന് വേണ്ടി. എന്തിനാണ്? ഈശോയെ സ്നേഹിക്കാൻ, നമുക്ക് നഷ്ടപ്പെട്ട ഈശോയെ കണ്ടെത്താൻ, ഈശോയെ ആരാധിക്കാൻ, ഈശോയെ ശുശ്രൂഷിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ, ഈശോയെ സേവിക്കാൻ. അത് അമ്മയോടൊപ്പം, അമ്മയിലൂടെ, അമ്മയ്ക്ക് വേണ്ടി നാം ചെയ്യാൻ തയ്യാറാവുക എന്ന് ലൂയി മോൺഫോർട്ട് പഠിപ്പിക്കുന്നു. വിശുദ്ധ അംബ്രോസ് അതുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട്, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ മറിയത്തിൻ്റെ ആത്മാവ് എല്ലാവരിലും ഉണ്ടാകട്ടെ, കർത്താവിൽ ആനന്ദിക്കുവാൻ മറിയത്തിൻ്റെ അരൂപി എല്ലാവരിലും ഉണ്ടാകട്ടെ. അത്യന്തികമായിട്ട് പരിശുദ്ധ കന്യകയുടെ ആത്മാവിലായിരിക്കുമ്പോൾ, പരിശുദ്ധ കന്യകയുടെ അരൂപിയിലായിരിക്കുമ്പോൾ സകല സ്വർഗവാസികളും ഭൂവാസികളും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനേക്കാൾ ഉപരിയായി അന്ന് എലിസബത്തിന്റെ ഭവനത്തിൽ തൻ്റെ ഉദരത്തിലായിരിക്കുന്ന തിരുക്കുമാരനെയും കൂട്ടി പരിശുദ്ധ കന്യക തൻ്റെ സ്വസ്ത്രഗീതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ രംഗം നാം ഓർക്കണം. അവിടെ അമ്മ പറഞ്ഞ എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നുവെന്ന ആ രംഗം നാം ഓർക്കണം. ഈശോയുടെ ക്രൂശുമരണത്തിൻ്റെ, പീഡാസഹനത്തിൻ്റെ ഈ ദിവസങ്ങളിലെ കാഴ്ചകൾ, ഈ നോമ്പുകാല ഓർമ്മകളെല്ലാം അമ്മയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൽ ആനന്ദിക്കുവാനായി നമുക്കും ഇടവരുത്തട്ടെ. നമ്മുടെ ഓരോ നിമിഷവും, ഓരോ വിചാരവും, ഓരോ വാക്കും, ഓരോ പ്രവൃത്തിയും വിവാഹ നിശ്ചയത്തിന് ഒരുങ്ങിയ ഒരു പെൺകുട്ടി തൻ്റെ പുരുഷനെക്കുറിച്ച് ഓർക്കുന്നത് പോലെ, ഉത്തമഗീതത്തിലെ മണവാട്ടി മണവാളിനെ കുറിച്ച് ഓർക്കുന്നത് പോലെ, നമ്മൾ ആത്മാവാവുന്ന മണവാട്ടിമാരായ നമ്മളെല്ലാവരും
കർത്താവാവുന്ന മണവാളനെ ഓർക്കേണ്ടവരാണ്. കർത്താവാവുന്ന മണവാളനാണ് ആത്യന്തികമായി ഭർത്താവ്. നമ്മൾ ഓരോരുത്തരും ഭാര്യയാണെന്ന് മനസ്സിലാക്കണം. സഭ അവിടുത്തെ മണവാട്ടിയാണ്, ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്ന് മനസ്സിലാക്കണം. അവിടെയാണ് ഈ യഥാർത്ഥത്തിൽ ഈ വിവാഹത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രബോധനം. വീണ്ടും ശിശുക്കളെ അനുഗ്രഹിക്കുമ്പോഴും എന്താണ്? ദൈവരാജ്യത്തിൽ സന്താനങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ദാഹമാണത്. അത് ശരീരവും കൂടി ചേർന്ന് അനേകം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക എന്നതിനേക്കാൾ അപ്പുറം ദൈവരാജ്യത്തിലേക്ക് ആത്മാക്കളെ വീണ്ടും ജനിപ്പിക്കുന്ന നമ്മുടെ ആത്യന്തികമായ ഉദ്ദേശത്തെക്കുറിച്ചാണ് കർത്താവ് ഈ തിരുവചനഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശിശുക്കളെ അവിടുത്തെ പക്കലേക്ക് വരാൻ അനുവദിക്കാൻ പറയുമ്പോൾ, ശിശുക്കളെ അനുഗ്രഹിക്കുമ്പോൾ, നിങ്ങളും അനുദപിച്ച് നിങ്ങൾ മനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകാൻ പറയുമ്പോൾ, നാം ആത്യന്തികമായി നമ്മുടെ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഈ അന്ത്യനാളുകളിൽ, പ്രത്യേകിച്ച് യുഗാന്ത്യോന്മുഖമായി സഭചരിക്കുന്ന ഈ നാളുകളിൽ, സുവിശേഷവൽക്കരണത്തിൻ്റെ ഈ നാളുകളിൽ നാം ആത്മാവിൽ ക്രിസ്തുവിന് ജന്മം കൊടുക്കാൻ വേണ്ടി, ക്രിസ്തുവിൽ ജന്മം കൊടുക്കാൻ വേണ്ടി കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയോടൊപ്പം യോഹന്നാനെ പോലെ, തിരുസഭയെ പോലെ നാം അനേകായിരങ്ങളുടെ സഹരക്ഷകരായി മാറേണ്ടവരാണെന്ന് നാം ഓർക്കണം പ്രിയപ്പെട്ടവരെ. അതിനായി നമ്മുടെ പ്രാർത്ഥനയും പ്രാശ്ചിത്വവും പരിത്യാഗവും ഈ ദിവസങ്ങളിലുള്ള നമ്മുടെ നോമ്പുകാല വിചിന്തന പ്രാർത്ഥനകളും എല്ലാം അതിനായി ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഈ ഇന്ന ദിവസത്തെ ശുശ്രൂഷകൾ നമുക്ക് സമാപിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകളും അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ മുറിപ്പാടുകളും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആമേൻ.